PVR തിയേറ്റേഴ്സും മലയാള സിനിമയും തമ്മിലുള്ള പ്രശ്നമാണ് വിഷയം. സോ ഹായ് ഗൈസ്, ദിസ് ഇസ് മീ സാത്തായ്. ഞാനിപ്പം ഈ ഒരു വിഷയം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ 100 കോടി ക്ലബ്ബിൽ കയറുന്ന ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളൊരു 2-3 മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇറങ്ങിയിട്ടുള്ള മിക്കവാറുള്ള ഒരു മെജോറിറ്റി സിനിമകളും 100 കോടി ക്ലബ്ബ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് 250 കോടി എന്തോ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ഇപ്പോൾ നമ്മുടെ വിഷു പ്രമാണിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം ആവേശം, അതേപോലെ ജയ് ഗണേഷ്, ഈ 3 സിനിമകളും ഹിറ്റായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് ഡേ മുതൽ. ഓക്കെ, അപ്പം അത്രത്തോളം ഉള്ളൊരു സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ PVR തിയേറ്റേഴ്സ് ഇനി മുതൽ നമ്മുടെ മലയാള സിനിമയെ ആ തിയേറ്റേഴ്സിൽ ഓടിക്കില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇവർ രണ്ടുപേരെ നമ്മുടെ ചിരിച്ച ഫേസസ് മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവരുടെ ചിരി മാഞ്ഞിട്ടുള്ള ഫേസസ് നമ്മൾ അധികം കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ 2 ദിവസം മുന്നേ നമ്മുടെ ധ്യാൻ ചേട്ടൻ ദുബായിൽ വെച്ചിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു ഫേസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രസ് മീറ്റിൽ വന്നുകൊണ്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടനും ഇതുപോലെ വന്ന് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിനീതേട്ടൻ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യത്തെ പറ്റിയിട്ട് അധികം അങ്ങനെ സംസാരിക്കാത്തൊരു വ്യക്തിയാണ് നമ്മുടെ വിനീതേട്ടൻ. അപ്പം വിനീതേട്ടൻ വന്ന് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എത്രത്തോളം ഉള്ളൊരു റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. സോ ഈ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ ചെറിയൊരു ന്യൂസ് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഈദ്, വിഷു റിലീസായി എത്തിയ മലയാള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല എന്ന PVR തിയേറ്റർ ശൃംഖലകളുടെ നിലപാടിനെതിരെ സിനിമാ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകൾ രംഗത്ത്. വെർച്വൽ പ്രിന്റ് ഫീയെ ചൊല്ലിയുള്ള തർക്കത്തിൽ മലയാള സിനിമകളുടെ ബുക്കിംഗ് PVR ബഹിഷ്കരിച്ചതോടെയാണ് പ്രതിഷേധം. നിർമ്മാതാക്കൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരം കണ്ടാൽ മാത്രമേ PVRുമായി സഹകരിക്കൂ എന്നാണ് ഇരു സംഘടനകളുടെയും നിലപാട്. തിയേറ്ററിൽ സിനിമയുടെ കണ്ടന്റ് നൽകുന്നതിന് നിർമ്മാതാവിനും വിതരണക്കാരനും ചെലവാകുന്ന തുകയായ വെർച്വൽ പ്രിന്റ് ഫീയെ ചൊല്ലിയുള്ള തർക്കമാണ് മലയാള സിനിമ പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് PVRനെ എത്തിച്ചത്. തിയേറ്ററുകളിലേക്ക് കണ്ടന്റ് എത്തിക്കുന്ന ക്യൂബ് അടക്കമുള്ള കമ്പനികൾ വലിയ വെർച്വൽ പ്രിന്റ് ഫീ ഈടാക്കുന്നതിനാൽ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻകൈയെടുത്ത് PDC എന്ന പേരിൽ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് തുടങ്ങിയിരുന്നു. ഇതോടെ കുറഞ്ഞ ചെലവിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സൗകര്യമൊരുക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും PVR ഇതിനോട് സഹകരിച്ചില്ലെന്നാണ് ആരോപണം. കൊച്ചി ഫോറം മാളിൽ PVR തുടങ്ങി 9 പുതിയ സ്ക്രീനുകളിലും കുറഞ്ഞ വെർച്വൽ പ്രിന്റ് ഫീയിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കാൻ നിർമ്മാതാക്കളുടെ കണ്ടന്റ് മാസ്റ്ററിംഗ് വഴിയൊരുക്കുമെങ്കിലും ഇതിന് വഴങ്ങാതെ PVR പുതിയ സിനിമകളുടെ ബുക്കിംഗ് അടക്കം ബഹിഷ്കരിച്ചുവെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഞങ്ങളുടെ കണ്ടന്റാണ് എല്ലാ തിയേറ്ററിലും, പുതിയ തിയേറ്ററിലും എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അവർക്കത് പറ്റില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ചെറിയൊരു എമൗണ്ടിന്റെ കാര്യമാണ്, അത് വെച്ചിട്ടാണ് അവരത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിന് സ്വന്തം പ്രൊജക്ട് ഇല്ലാത്തവരാണ് ഈ VPF ചാർജ്. അതിന്റെ ഒരു കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റ് പ്രൊവൈഡേഴ്സ് ഈ VPF ആയിട്ട് വാങ്ങുന്നത്. ഇത് സ്വന്തം പ്രൊജക്ടേഴ്സാണ്. അവിടെ ഇവർ ഡയറക്റ്റായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സിനിമ കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ മലയാളം ഒഴികെയുള്ള സിനിമകൾക്ക് PVRൽ ബുക്കിംഗ് സ്വീകരിക്കുന്നുണ്ട്. മലയാള സിനിമ നിർമ്മാതാക്കളും വിതരണക്കാരുമായുള്ള പ്രശ്നത്തിൽ PVR ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ മലയാള സിനിമയും നല്ല രീതിയിൽ ഹിറ്റ് ആയിക്കൊണ്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പല ഷോസും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഷോസും ഓരോ തിയേറ്ററിലും ഓടുന്നത് ഹൗസ്ഫുൾ ആയിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല സിനിമകൾക്കും ടിക്കറ്റ് പോലും കിട്ടാനില്ല. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണ തിയേറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ PVR തിയേറ്റേഴ്സിൽ ഇത്തരം അല്ലെങ്കിൽ ഹിറ്റായി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമ അവിടെ പ്രദർശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമുണ്ടാകുന്നത് ഇതേ PVR തിയേറ്റേഴ്സിന് തന്നെയല്ലേ. ആൻഡ് ഓഫ് കോഴ്സ് പല ആളുകളും PVR തിയേറ്റേഴ്സിലൂടെ തന്നെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കാണുന്ന ചില ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പം ഇപ്പം ഇറങ്ങുന്ന ഓരോ ഹിറ്റ് സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് PVRൽ പോയാൽ കാണാൻ കഴിയില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അതിൽ മെജോറിറ്റി ആളുകൾ പോയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ചെറിയ ശതമാനം തീർച്ചയായിട്ടും അവർ കോംപ്രമൈസ് ചെയ്ത് സാധാരണ ഒരു തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ പോകില്ലേ. അപ്പം ഇവർക്ക് PVRലേക്ക് വരുന്ന പല ആളുകളും ഇങ്ങോട്ടേക്ക് ഒഴുകുമ്പോൾ തീർച്ചയായിട്ടും ലാഭം ഉണ്ടാകുന്നത് ഇതേ സാധാരണ തിയേറ്റേഴ്സിന് തന്നെയല്ലേ. എന്തായാലും ഇതിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ വിനീതേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റോളം ഒരു ക്ലിപ്പാണ്. ഞാൻ എന്തായാലും അതിവിടെ പ്ലേ ചെയ്യാം. ഇതിൽ സ്വാഭാവികമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വരുന്ന ചില ഡൗട്ടുകളുണ്ട്. ഇത് PVR എന്ന് പറയുന്ന ഒരൊറ്റ ശൃംഖലയിൽ മാത്രം ഉള്ളൊരു ഇഷ്യൂ അല്ല. കാരണം PVR ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ക്രീൻസ് ഓൺ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും. ഐനോക്സ് എന്ന് പറയുന്ന മൾട്ടിപ്ലക്സ് ചെയിൻ ഇപ്പോൾ PVRൻ്റെ കയ്യിലാണ്. അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള കുഞ്ഞു തിയേറ്റേഴ്സ് ഇവർ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ തിയേറ്റേഴ്സിലൊന്നും നമ്മുടെ സിനിമകൾ ഇപ്പോൾ ഇല്ല. ബ്ലസ് സാറിൻ്റെ സിനിമയില്ല, വർഷങ്ങൾക്ക് ശേഷമില്ല, ആവേശമില്ല, ഇതൊന്നുമില്ല. മഞ്ഞുമൽ ബോയ്സ് ഇല്ല. മഞ്ഞുമൽ ബോയ്സൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും
ജയ് ഗണേഷിൻ്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ തിയേറ്റേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ ആവുന്നില്ല. ഒരു തിയേറ്റർ ലോയൽറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പ്രേക്ഷകന്. അതായത് അവനൊരു തിയേറ്ററിൽ പോകുന്ന സമയത്ത് അവരുടെ വീടിന് തൊട്ടടുത്തുള്ള തിയേറ്റർ ആണെങ്കിൽ അവന് സൗകര്യമാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈവനിങ് ഷോന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരു 9-9:30 ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം, മക്കളെ കിടത്തി ഉറക്കണം. ഇങ്ങനെ ഒരുപാട് കൺവീനിയൻസ് നോക്കിയിട്ടാണ് അവരൊരു തിയേറ്റർ പിക്ക് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ബാത്റൂം, അവിടുത്തെ പാർക്കിംഗ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആലോചിച്ചിട്ടാണ് ഒരാൾ തിയേറ്ററിൽ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഫേവറേറ്റ് തിയേറ്റർ ഉണ്ടാവും. നമ്മുടെ സൗകര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു തിയേറ്റർ ഉണ്ടാവും. ഈ തിയേറ്റേഴ്സിൽ PVR ഓൺ ചെയ്യുന്ന തിയേറ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രേക്ഷകർ നമ്മുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ അവർക്ക് വരാൻ സാധിക്കില്ല. അവരുടെ ഇൻകൺവീനിയൻസ് കാരണം അവർക്ക് വരാൻ സാധിക്കില്ല. ഈ പ്രേക്ഷകരെ മൊത്തം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. വിനീതേട്ടൻ പറഞ്ഞ ഈ ഒരു നഷ്ടം തീർച്ചയായിട്ടും PVR തിയേറ്റേഴ്സിന് കൂടെ തന്നെയാണ് സംഭവിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വിനീതേട്ടനാണെങ്കിലും പറഞ്ഞു, പല ആളുകൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചില തിയേറ്റേഴ്സ് ഉണ്ട്, അതിന് ചില കണ്ടീഷൻസും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പല ആളുകൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത് PVR തിയേറ്റേഴ്സ് തന്നെയായിരിക്കും. അപ്പം അല്ലെങ്കിൽ സിനിമ കാണാനുള്ള ആഗ്രഹം കൂടുന്ന വ്യക്തികൾ, ഇപ്പം മെജോറിറ്റി ആളുകൾ അതൊന്ന് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം കോംപ്രമൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അതിലൊരു ചെറിയ ശതമാനം തീർച്ചയായിട്ടും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇത്തരം ചില കണ്ടീഷൻസിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു സാധാരണ തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും സിനിമ കാണുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകും, കുറച്ചുകൂടെ ആളുകൾ കാണും. പക്ഷേ ഒരു വരേണ്ടിയിരുന്ന കുറേ അധികം പ്രേക്ഷകരെ നമുക്ക് നഷ്ടമാകും എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാൽ പോലും PVR തിയേറ്റേഴ്സിന് തീർച്ചയായിട്ടും ഒരു നഷ്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ PVR തിയേറ്റേഴ്സ് ഇവരിങ്ങനൊരു തീരുമാനം എടുത്തത് വളരെ മോശം കാര്യമായിട്ടാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇത്തരം രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇത്തരം തിയേറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഇത് സിനിമ പ്രദർശിപ്പിക്കില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കിന് വളരെ മോശമാണ്. കാര്യം ഇൻഡസ്ട്രി വളരുന്നത് ഈ സിനിമയുടെ പുറകെ വെറുതെ പണി എടുക്കുന്ന ആളുകൾ മാത്രമല്ലല്ലോ, നമ്മൾ പ്രേക്ഷകർ കൂടിയാണ് വളർത്തുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രി വളരുകയുള്ളൂ. ഇവിടെ ഭയങ്കര കൾട്ടൊരു ഫിലിം അല്ലെങ്കിൽ അത്ര അടിപൊളി ഒരു സിനിമ ഇവിടെ എടുത്തു വെച്ചിട്ട് നമ്മൾ പടം കാണാൻ നമുക്ക് വയ്യടേ ഇവർ ഇങ്ങനത്തെ വിഷയമൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പടം കാണാൻ പോകാതിരുന്നാലും, അല്ലെങ്കിൽ അവൻ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കിന് ഇത് മോശം സിനിമ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പടം കാണാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ അവൻ്റെ പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ ആ സിനിമ മോശമായിരിക്കും, പക്ഷെ നമ്മുടെ പെർസ്പെക്റ്റീവിൽ അടിപൊളി സിനിമയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാര്യം നമ്മളൂടെ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രി വളരുകയുള്ളൂ. ഞങ്ങൾ ഹൃദയം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് സൺഡേ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് തിയേറ്ററുകാർ എത്ര പേര് എന്നെ വിശാഖനെ വിളിക്കുമായിരുന്നു അറിയാം. ഓരോ തിയേറ്റേഴ്സും വിളിച്ചിട്ട് പറയും, നിങ്ങൾ OTTക്ക് സൺഡേ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പുള്ള സമയമാണ്, നിങ്ങൾ OTTക്ക് കൊടുക്കരുത്, ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം. ഞങ്ങൾ അവരുടെ കൂടെ നിന്നു, പല തിയേറ്റേഴ്സിൻ്റെയും കൂടെ നിന്നു. വിശാഖിന് ട്രിപ്പിൾ പ്രോഫിറ്റ് കിട്ടാനുള്ള OTT ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോഴും ഹൃദയം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിക്കലി കളക്ട് ചെയ്തതിൻ്റെ ട്രിപ്പിൾ 3 മടങ്ങ് എമൗണ്ട് ഞങ്ങൾക്ക് OTTയിൽ ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടുത്തില്ല, കാരണം അവൻ തിയേറ്റർ ഓണറാണ്, ഞാൻ കലാകാരനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ തിയേറ്ററിൽ ഓടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ എന്നെ കൂടെ നിന്നു. അപ്പം നമ്മൾ അത്രയും തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഞങ്ങളുടെ അടുത്താണ് ഈ ഇതൊരു എന്താ പറയുക, ബ്ലസ്സി സാറൊക്കെ നിങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പ് അദ്ദേഹം ഭയങ്കര ഇമോഷണലായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ ഇത് PVRൻ്റെ മാത്രം വിഷയമല്ല, PVR ഓൺ ചെയ്യുന്ന ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒന്നും നമുക്ക് നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വളരെ വേദനയോട് കൂടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഇത്രയും സംസാരിക്കാത്ത ആളാണ്. അപ്പോൾ ഈ ഇഷ്യൂ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊരു പണമുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് സംസാരിക്കുന്ന കാര്യമല്ല, ഇത് കുറേ കലാകാരന്മാരുടെ പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ പൊതുസമൂഹം എടുക്കണം എന്ന് ഞാൻ പറയുകയാണ്. താങ്ക് യു. ഇപ്പം വിനീതേട്ടൻ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളുടെ മാത്രമല്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ഇത്തരം വിഷമങ്ങൾ പറയേണ്ടി വരുന്നത് എന്നുള്ള രീതിയിൽ വിനീതേട്ടൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലയെ അധികമായിട്ട് സ്നേഹിച്ചതുകൊണ്ട്, സിനിമ എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തെ അധികമായിട്ട് സ്നേഹിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയതിൻ്റെ പേരിലായിരുന്നിരിക്കണം തീർച്ചയായിട്ടും വിനീതേട്ടൻ ആ ഒരു കലാകാരൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ പ്രേക്ഷകരും അത് റെസ്പെക്ട് ചെയ്യണം. കാര്യം ചെയ്യുന്നൊരു ജോലിയോട് ഇത്രത്തോളം ആത്മാർത്ഥത അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ എത്ര വലിയ കലയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അറ്റ് ദി എൻഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത്, അല്ലാതെ ആർക്കും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ നമ്മളിത് ജനങ്ങളുടെ അടുത്തേക്ക് പറയണം, നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ ഒരു ഇതാണ്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാര്യം ജനങ്ങൾക്കറിയാം, ഇത് എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഈ സിനിമ നമ്മൾ ഉണ്ടാക്കി വിടുന്നത് തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സിനിമകൾ
പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കറിയാം. അത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം വിനീതേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയോട് അത്രത്തോളം ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് തോന്നിയത് കൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഈ രീതിയിൽ സംസാരിച്ചുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു തന്നേ ഉള്ളൂ. പല ആളുകൾക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ വരുമ്പോൾ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ നെഗറ്റീവ് ഫീൽ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. കാര്യം ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഏതൊരു കലാരൂപമാണെങ്കിലും ഇപ്പം സിനിമ പോലൊരു കലാരൂപം നമ്മൾ ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ. അപ്പം ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഉണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാവേ. നോ മോർ PVR ബുക്കിംഗ്, ആവേശം കണ്ട് വർഷങ്ങൾക്ക് ശേഷം ടിക്കറ്റ് കിട്ടട്ടെ, തിയേറ്റർ പോയി തന്നെ കാണും, PVR ഇല്ലെങ്കിൽ വേണ്ട. ഇതാണ് ഒരു പ്രേക്ഷകൻ്റെ ഒരു കമൻറ്റ്. അപ്പം തീർച്ചയായിട്ടും PVR ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ കാണാതിരിക്കില്ലാരും. ബോയ്ക്കോട്ട് PVR അല്ല പിന്നെ കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ് എന്നിവ വിൽക്കുന്നതിലൂടെ വൻ കൊള്ളയാണ് ഇവർ നടത്തുന്നത്. നമ്മൾ മറ്റു വഴികൾ നോക്കണം. അതിൻ്റെ ഒപ്പം അടുത്തൊരു കമൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി ആരെങ്കിലും കാണുമോ, ഒരു കാപ്പിയുടെ വില കേട്ടാൽ തന്നെ ഞെട്ടും. അത് സത്യമാണ്. നമ്മളിപ്പം ഒരു 10 രൂപയുടെ ചായ നമ്മൾ ചായക്കടയിൽ നിന്ന് ഒരു സാധാ തട്ടുകടയിൽ നിന്ന് കുടിക്കുന്നതും അതേ ചായ ഇതിനേക്കാൾ ടേസ്റ്റ് കുറവുള്ള ചായ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപ കൊടുക്കേണ്ടി വരും. അത് നമുക്കറിയാമല്ലോ. പൈസ ഉള്ളവർ കാണാൻ പോകുന്ന പരിപാടിയാണ്. ഇപ്പോൾ PVR ആണെങ്കിൽ അത്ര ലക്ഷറി ആയിട്ട് അല്ലെങ്കിൽ അത്ര കുറച്ച് പൈസ ഉള്ളവർ പോകുന്ന പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ പോകുമ്പം അവരൊരിക്കലും ഇതൊന്നും ചോദ്യം ചെയ്യില്ല. കാര്യം അവർക്കിത് കുറച്ചിലാണല്ലോ. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിനൊരു റിപ്ലൈ ആയിട്ട്. അവിടെ പോകുന്നത് കാപ്പി കുടിക്കാനാണോ? അതിന് ചായക്കട ഉണ്ടല്ലോ. PVR നല്ല സ്റ്റാൻഡേർഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പം സ്റ്റാൻഡേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ PVR തിയേറ്റേഴ്സിൽ പോകുന്ന അത്യാവശ്യം ക്യാഷുവൽ ടീംസാണ്. അപ്പം ഈ സ്റ്റാൻഡേർഡ് ഫീൽ എന്ന് പറയുന്നത് പൈസയുള്ള ആളുകൾക്ക് മാത്രമുള്ളൊരു സാധനമാണോ? പൈസയുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഉള്ളൂ. സാധാരണ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അലമ്പും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ആ തിയേറ്ററിൽ വരുന്ന ബാക്കിയുള്ള എല്ലാ ആളുകളും അലമ്പാണെന്ന് നിർബന്ധമുണ്ടോ? പല സ്റ്റാൻഡേർഡ് ആളുകളില്ലേ. ഇപ്പം അലമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു വ്യക്തിയാണോ എന്ന് നിർബന്ധമുണ്ടോ? ഇപ്പം പല ആളുകളുടെയും മെൻറ്റാലിറ്റിയാണത്. പൈസ ഉണ്ടെങ്കിൽ അവൻ സ്റ്റാൻഡേർഡ്, പൈസ ഇല്ലെങ്കിൽ അവൻ സ്റ്റാൻഡേർഡ് അല്ല. ഓക്കെ, പല ആളുകളും ഈ PVR പ്രിഫർ ചെയ്യുന്നത് കുറച്ച് പൈസ ഉള്ള ആളുകളാണ്. വലിയ തിയേറ്ററിലെ വിസിലടിയും കൂവലും അലമ്പൊന്നും കാണത്തില്ല, പീസ്ഫുള്ളായിട്ടിരുന്ന് കാണാം എന്നുള്ള പല ആളുകളുടെ മൈൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ പൈസയുടെ ഈ സാധനം വെച്ചിട്ട് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിനും അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രോഫിറ്റിൻ്റെ 0.1% പോലും ചാരിറ്റി ചെയ്യാത്ത ഇവന്മാർക്ക് പൈസ കിട്ടിയിട്ട് ആളുകൾക്ക് എന്ത് ഗുണം? UMF അറ്റ്ലീസ്റ്റ് ഗേവ് ഫ്യൂ വീൽ ചെയർസ് ടു ഡിസേബിൾഡ്. സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് ഇട്ടവൻ ദാഹിച്ച് ഒരു തുള്ളി വെള്ളം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും കൊടുക്കാത്തവനായിരിക്കും ഈ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജയ് ഗണേഷിൻ്റെ ടീംസ് ആണെങ്കിൽ കുറേ പേർക്ക് ഇതുപോലെ വീൽ ചെയർസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു കമൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാൾ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 4 ആളെ അറിയിക്കുക തന്നെ വേണം. ഓക്കെ, അതാണ് 4 ആളെ. ഒരുപക്ഷെ ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ലാഭത്തിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ. അവർ വീഡിയോയിലൂടെ പ്രദർശിപ്പിച്ചാൽ മാത്രമല്ല നമ്മൾ അറിയുകയുള്ളൂ. അതെങ്ങനെ അവർ പ്രദർശിപ്പിക്കാത്തത് കൊണ്ട് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വീഡിയോയിലൂടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ഇത്തരം ഒരു കമൻറ്റ് ഇട്ടത്. എന്തുകൊണ്ട് ഇവർ ചാരിറ്റി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനും ഇവർ ചെയ്യാതെ ഇരിക്കുന്നു എന്ന് കമൻറ്റ് വന്നു. ഇതേ സമയം ഇവർ ചാരിറ്റി ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് 4 ആളെ അറിയിച്ചാൽ ഇതേ ആളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ എത്തിക്കഴിഞ്ഞാൽ ഈ ഇതേ കമൻറ്റ് ഇട്ട വ്യക്തി തന്നെ പറയും, ചാരിറ്റി വലിയ ഷോ ഓഫ് ആടാ, ഇവൻ ഷോയും മേലെ കാണിക്കാനുണ്ട്, ചാരിറ്റി ചെയ്യുന്നെങ്കിൽ നിനക്കൊക്കെ അത് ചെയ്താൽ പോരെ, എന്തിനാ നാട്ടുകാരെ ഇങ്ങനെ വിളിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നെഗറ്റീവ് പറയും. അതായത് നമ്മുടെ നാട്ടിൽ നല്ലതും ചെയ്യാൻ പറ്റത്തില്ല, ചീത്തയും ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അവസാനം വന്ന് നിൽക്കുന്നത്, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ നോക്കുമ്പോഴത്തേക്കിന് വന്ന വാർത്ത എന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസേഴ്സും PVR തിയേറ്റേഴ്സിൻ്റെ ആളുകളും തമ്മിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് ഇതൊരു ഒത്തുതീർപ്പാക്കി എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്നിരുന്നാലും അങ്ങനെ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ ഈ PVR തിയേറ്റേഴ്സിന് തന്നെയാണ് ഗുണം. കാര്യം എന്തായാലും സിനിമ കാണാനെ കൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഫേവറേറ്റ് തിയേറ്റർ ഇപ്പുറത്തുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും സാധാരണ തിയേറ്റേഴ്സിൽ പോവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നഷ്ടമുണ്ടാകുന്ന ആർക്കാണ്? PVR തിയേറ്റേഴ്സിനാണ്. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കിയാൽ കൊള്ളാവുന്നത് PVRന് തന്നെയാണ്.